മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മസാല ബോണ്ട് വാങ്ങാൻ കിഫ്ബിക്ക് അനുമതി നൽകിയിരുന്നുവെന്ന് റിസർവ് ബാങ്കിന്റെ സത്യവാങ്മൂലം. ഹൈക്കോടതിയിലാണ് മസാല ബോണ്ടിനെതിരായ കേസിൽ റിസർവ് ബാങ്ക് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. വിദേശ നാണ്യ വിനിമയ ലംഘനമുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ഇഡിക്ക് അന്വേഷിക്കാമെന്നും റിസർവ് ബാങ്ക് പറയുന്നു. വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ചിറമല ചേരുന്നു കൊച്ചിയിൽ നിന്നും. ശ്രീലക്ഷ്മി, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കമലേഷ്, സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബി മസാല ബോണ്ടിലൂടെ ധനസമാഹരണം നടത്തിയതിനെ സംബന്ധിച്ച് നേരത്തെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മസാല ബോണ്ട് വാങ്ങാൻ കിഫ്ബിക്ക് റിസർവ് ബാങ്കിന്റെ അനുമതിയുണ്ട് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഈ സമാഹരിച്ച തുകയുടെ കണക്കുകൾ ഉൾപ്പെടെ കിഫ്ബി നൽകിയിട്ടുണ്ട്. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നാരോപിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിഫ്ബിക്കെതിരെയും കേസെടുത്തിരുന്നത്. എന്നാൽ അത്തരത്തിലൊരു ലംഘനമുണ്ടെങ്കിൽ ഇക്കാര്യം ഇഡിക്ക് അന്വേഷിക്കാം എന്നുമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് മസാല ബോണ്ടിലൂടെ കിഫ്ബി ധനസമാഹരണം നടത്തിയിരുന്നത്. ഇത് സംബന്ധിച്ച് അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെതിരെയും കിഫ്ബിക്കെതിരെയും കേസെടുത്തിരുന്നു. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ കേസെടുത്തിരുന്നത്. ഇതേ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരെ ചോദ്യം ചെയ്യാൻ നിരന്തരം നോട്ടീസ് അയക്കുകയും വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓരോ തവണയും ചോദ്യം ചെയ്യാനായി നോട്ടീസ് അയക്കുമ്പോൾ ഈ കിഫ്ബിയുടെ ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കണമെന്നൊരാവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരന്തരം ചോദ്യം ചെയ്യലുകൾക്കായി നോട്ടീസുകൾ വരുന്ന ഒരു സാഹചര്യത്തെ തുടർന്ന് ഈ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരും തോമസ് ഐസക്കും കൂടി ചേർന്ന് ഈ അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഈ കേസിൽ ഹൈക്കോടതിയിൽ ഹർജിക്കാർ വാദിച്ചത് മസാല ബോണ്ടിലൂടെ കിഫ്ബി മാത്രമല്ല മറ്റു നിരവധി സ്ഥാപനങ്ങളും ധനസമാഹരണം നടത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന പവർ ഗ്രിഡ് ഉൾപ്പെടെ ദേശീയപാത അതോറിറ്റിയും പവർ ഗ്രിഡും എല്ലാം ഉൾപ്പെടെ ഇത്തരത്തിൽ ധനസമാഹരണം നടത്തിയിട്ടുണ്ട്. എന്നാൽ അവർക്കെതിരെ ഒന്നും ഒരു കേസും എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ സംസ്ഥാനത്തിലെ കിഫ്ബിക്കെതിരെ ഇങ്ങനെ ഒരു കേസെടുത്തത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു വാദം ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് RBIയെ കൂടി ഹൈക്കോടതി കേസിൽ സ്വമേധയാ കക്ഷി ചേർക്കുകയായിരുന്നു. ഈ കാര്യത്തിൽ RBIക്ക് എന്താണ് വിശദീകരണം എന്നതുൾപ്പെടെ സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. കമലേഷ്. ശ്രീലക്ഷ്മി, സ്വാഭാവികമായും ഈ വിഷയം വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി BJPയും കോൺഗ്രസും അടക്കം ഉപയോഗിച്ചിട്ടുള്ള ഒരു വിഷയമാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാരിനും പ്രത്യേകിച്ച് തോമസ് ഐസക്കിനും കിഫ്ബിക്കുമെല്ലാം ആശ്വാസമാകുന്ന ഒരു വിധി തന്നെയല്ലേ, ഒരു സത്യവാങ്മൂലം തന്നെയല്ലേ RBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായും കമലേഷ്, വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നാരോപിച്ചായിരുന്നു ഒരു കേസ് എടുക്കുകയും അന്വേഷണം ഉണ്ടാവുകയും എല്ലാം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. റിസർവ് ബാങ്കിന്റെ അനുമതിയോട് കൂടിയാണ് ഈ മസാല ബോണ്ടിലൂടെ ധനസമാഹരണം നടത്തിയതെന്നും ഇതിൽ സമാഹരിച്ച തുകയുടെ ഉൾപ്പെടെയുള്ള കണക്കുകളെല്ലാം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും വിദേശ നാണ്യ വിനിമയ ചട്ടം ഉൾപ്പെടെ എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്താം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കിഫ്ബി RBI സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. കമലേഷ്. വ്യക്തമാണ്. മസാല ബോണ്ട് വാങ്ങിയ കിഫ്ബി നടപടിയിൽ പ്രശ്നങ്ങളില്ല എന്ന് RBI വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഇതിനുള്ള അനുമതിയുണ്ട് എന്ന സത്യവാങ്മൂലമാണ് റിസർവ് ബാങ്ക് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ഇഡിക്ക് അന്വേഷിക്കാമെന്നും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച്, തോമസ് ഐസക്കിനെ സംബന്ധിച്ച്, കിഫ്ബിയെ സംബന്ധിച്ച് ഏറെ ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണിത്. നിലവിലിപ്പോൾ റിസർവ് ബാങ്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലം. ശ്രീലക്ഷ്മി ചിറമലയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.